Hello students, welcome back to physics class. We are discussing the chapter forces on fluids and now we are on the topic capillarity. അപ്പോൾ എന്താണ് capillarity എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു capillarity റൈസ്, capillarity ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വാട്ടറിന്റെയും അതുപോലെ തന്നെ മെർക്യൂറിയുടെയും കേസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെയുള്ള capillarity റൈസും capillarity ഡിപ്രഷനും കണ്ടിട്ടുണ്ടായിരുന്നു. capillarity റൈസ് അല്ലെങ്കിൽ capillarity ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റൈസ് ത്രൂ ദ നാരോ ട്യൂബ് അല്ലെ. ഒരു നാരോ ട്യൂബിലൂടെയുള്ള ലിക്വിഡ്സിന്റെ ഉയർച്ചയെയോ അല്ലെങ്കിൽ താഴ്ചയെയോ നമ്മൾ എന്ത് പറയുന്നത്, capillarity റേസ് അല്ലെങ്കിൽ capillarity ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു കേസില് ഇവിടെ capillarity റേസിനാണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും അവിടെ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നില്ല അല്ലെ. അത് എന്ത് ചെയ്യാണ്, അത് തനിയെ ആ ഒരു ട്യൂബിന്റെ ഉള്ളിൽ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ തന്നെ താഴ്ന്നു നിൽക്കുന്നു. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷറോ കൊടുത്തിട്ടില്ല. ഏതുപോലെ, പാസ്കൽസ് ലോന്റെ കേസ് പറഞ്ഞ പോലെ. പിന്നെയും ഇതിന് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു capillarity റേസും capillarity ഡിപ്രഷനും സംഭവിക്കുന്നത്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൂടാതെ തന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ കുറച്ച് ഫിഗേഴ്സ് നോക്കൂ. ഈ ഫിഗർ നോക്കുന്ന സമയത്ത് എന്തെല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ട്, വാട്ടർ സർഫസിലൂടെ ഒരു ഇൻസെക്ട് അല്ലെ, ഇൻസെക്ട് അനായാസം നീങ്ങി പോകുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പിക്ചർ നോക്കുമ്പോൾ അവിടെ ഒരു പേപ്പർ ക്ലിപ്പ് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വാട്ടർ സർഫസിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു ലീഫിന്റെ മുകളിൽ നല്ല ഭംഗിയായിട്ടുള്ള സ്ഫെറിക്കൽ ഷേപ്പില് എന്തുണ്ട്, വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ജലത്തുള്ളികൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇത് പോസിബിൾ ആകുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇങ്ങനെയാണ് ഇൻസെക്റ്റിന് ഇങ്ങനെ ഈസി ആയിട്ട് വാട്ടർ സർഫസിലൂടെ മൂവ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് ഉള്ള പേപ്പർ ക്ലിപ്പ് എങ്ങനെയാണ് വാട്ടർ സർഫസിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളത് ഒരു ഡൗട്ട് വരും നമുക്ക്. അപ്പൊ നമുക്കിത് എന്താ നോക്കാം. നമ്മള് ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുന്ന കേസില് ഗ്ലാസ് ഓഫ് വാട്ടറിൽ എന്തുണ്ട്, ഇതിലെല്ലാം എന്തുണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് അല്ലെ. കുറച്ച് ഡിസ്റ്റന്റ് കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാം വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോ ഈ ഒരു കേസിൽ ഇതിന്റെ സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾസ്, ഇത് ശ്രദ്ധിച്ചോ, സർഫസിൽ ഇരിക്കുന്ന വാട്ടർ മോളിക്യൂൾസിന് എന്തുണ്ടാവും, ഈ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. എല്ലാ മോളിക്യൂൾസും തമ്മിൽ എന്തുണ്ടാവും, ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ഈ മോളിക്യൂള് ഇതിനെയും അതിന്റെ താഴെയുള്ളതിനെയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ വാട്ടർ സർഫസ് എന്ത് ചെയ്യുന്നു, ഒരു മെമ്പറൈൻസ് പോലെ നിലനിൽക്കുന്നു എന്നാ പറയുന്നത്. എന്താണ് മെമ്പറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു വലിഞ്ഞ പാട പോലെ അത് എന്ത് ചെയ്യുന്നു, ഇവിടെ ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം അതിനെ, it is due to the mutual attraction between the water molecules on the surface of the water. And the force responsible for this is known as surface tension. എന്താ പറഞ്ഞിട്ടുള്ളത്, വാട്ടർ സർഫസിലുള്ള ഈ വാട്ടർ മോളിക്യൂൾസ് ഒക്കെ എന്തുണ്ട്, പരസ്പരം മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്, അവർക്ക് തമ്മിൽ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്. ഈ മ്യൂച്വൽ അട്രാക്ഷൻ കാരണം കൊണ്ട് തന്നെ വാട്ടർ സർഫസ് എന്ത് ചെയ്യുന്നു, ഒരു മെമ്പറൈൻ പോലെ ആക്ട് ചെയ്യുന്നു, അവിടെ ഒരു വലിയ മുറുകിയ ഒരു പാട പോലെ ആക്ട് ചെയ്യുന്നു. ഈ ഫോഴ്സിന് കാരണമാകുന്ന അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനയ്ക്ക് കാരണമാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ നമുക്ക് എന്ത് പറയാം, സർഫസ് ടെൻഷൻ കാരണമാണ് ആ ഇൻസെക്ട് അവിടെ അങ്ങനെ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് പറയാം, അവിടെ പേപ്പർ ക്ലിപ്പ് അങ്ങനെ സർഫസിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ കാരണം സർഫസ് ടെൻഷൻ കൊണ്ടാണെന്നുള്ളത് നമുക്ക് പറയാം. ഇനി ഇപ്പൊ ഈ ഫിഗറിൽ കണ്ട എല്ലാം സർഫസ് ടെൻഷന്റെ കാരണം കൊണ്ട് തന്നെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കൂ. ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ നമ്മൾ ബ്ലേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലെ, അതിന്റെ സർഫസിൽ ബ്ലേഡ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ബ്ലേഡ് അവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും, താഴേക്ക് മുങ്ങി പോവാതെ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കൈയിന്റെ ഫിംഗർ ടിപ്പില് കുറച്ച് സർഫ് അല്ലെങ്കിൽ ഡിറ്റർജന്റ് പൗഡർ അല്ലെങ്കിൽ സോപ്പ് കലക്കിയ വെള്ളത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്തതിനു ശേഷം ഈ ഒരു വാട്ടർ സർഫസിന് മുകളിൽ വെക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും എന്നറിയോ, അവിടെ ആ സർഫസിൽ വെച്ചിരിക്കുന്ന ബ്ലേഡ് പതിയെ ഒന്ന് മൂവ് ചെയ്തിട്ട് ഗ്ലാസിന്റെ അരികിലേക്ക് വരും. ഓക്കെ, അതായത് റെസ്റ്റിലിരിക്കുന്ന ആ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ, വാട്ടറിൽ റെസ്റ്റിലിരിക്കുന്ന ആ ബ്ലേഡ്, ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മള് സോപ്പ് ടച്ച് ചെയ്യാം. ഓക്കെ, ഒരു സോപ്പിന്റെ പീസ് എടുത്തിട്ട് ഈ വാട്ടർ സർഫസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയോ, ഈ ഒരു ബ്ലേഡ് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഒരു അരികിലേക്ക് പോകും. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്, നമ്മള് സോപ്പ് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ വാട്ടർ സർഫസിലൊക്കെ എന്തുണ്ട്, സർഫസ് ടെൻഷൻ ഉണ്ട്. അതിന്റെ കാരണം കൊണ്ടാണ് ഇവിടെ ബ്ലേഡ് ഫ്ലോട്ട് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം.
അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇവിടെ ഒരു സോപ്പിനെ ടച്ച് ചെയ്യുന്ന സമയത്ത്, വാട്ടർ സർഫസിലേക്ക് ഒരു സോപ്പ് ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു വലിഞ്ഞു മുറുകിയ ഒരു പാട ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ മെംബ്രെയിൻ അവിടെ ബ്രേക്ക് ആവും. ഓക്കെ, സർഫസ് ടെൻഷൻ അവിടെ ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഒന്നുകിൽ ഈ ഒരു ബ്ലേഡ് താഴേക്ക് സിങ്ക് ചെയ്ത് പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതൊരു സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ്, ഇവിടെ സർഫസ് ടെൻഷൻ കുറഞ്ഞു അല്ലെ. സർഫസ് ടെൻഷൻ കുറയാൻ കാരണം എന്താണ്, ഡിറ്റർജന്റ് അല്ലെങ്കിൽ സോപ്പ് പോലെയുള്ള വസ്തുക്കൾ അവിടെ ടച്ച് ചെയ്തപ്പോ എന്ത് ചെയ്തു, സർഫസ് ടെൻഷൻ അവിടെ ഡിക്രീസ് ചെയ്യാൻ കാരണമായി. ഇനി ഇതുപോലെ മറ്റൊരു ആക്ടിവിറ്റി പറയാം. ഓക്കെ, മെർക്കുറി കണ്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും? മെർക്കുറി അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് രസം എന്ന് പറയും. ഓക്കെ, മെർക്യൂറി ഒരു സിൽവർ ഗോൾസ് പോലെയാണ് അല്ലെ, സിൽവർ പോലെയുള്ള ഒരു ബോൾ പോലെയാണ് അത് കാണപ്പെടുന്നത്. അപ്പോ ഇത് നോക്കൂ, ആ ഒരു ഫിഗറിൽ കാണാൻ നിങ്ങൾക്ക് മനോഹരമായിട്ട് അല്ലെ, എന്താ മെർക്യൂറി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുപോലെയുള്ള 2 മെർക്യൂറി ഡ്രോപ്സിനെ അടുത്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, ഒരു പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, 2 മെർക്യൂറി ഡ്രോപ്സ് എടുത്തിട്ടുണ്ട്. ഈ മെർക്യൂറി ഡ്രോപ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പെൻസിൽ ഉപയോഗിച്ച് ഇതിനെ ഇങ്ങനെ തട്ടി തട്ടി താഴെ കൊണ്ടുവരിക. അതായത് പെട്ടെന്ന് തന്നെ നമ്മൾ ടിൽറ്റ് ചെയ്ത് അതിനെ ഒന്നിപ്പിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയൊരു പെൻസിൽ എടുത്തിട്ട് അതിനെ ആ ഒരു ബോളിനെ ഇങ്ങനെ തട്ടി തട്ടി അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താ ചെയ്യാന്നറിയോ, ഒരു മിനിമം ലെവലിൽ അങ്ങനെ അടുത്ത് എത്തുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്തു ഒരു ഗോളായിട്ട് മാറും. ഓക്കെ, ഇത് പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ഡ്രോപ്പ് ആയിട്ട്, വലിയൊരു ഡ്രോപ്പ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഇതൊരു മിനിമം ഡിസ്റ്റൻസിൽ എത്തിയപ്പോ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്തു അല്ലെ. ചില വാട്ടർ ഡ്രോപ്പ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ, എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡ്രൈ സർഫസിൽ വാട്ടർ ഡ്രോപ്സ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അതിനെ പതുക്കെ ഇങ്ങനെ ഒന്ന് ടിൽറ്റ് ചെയ്ത് അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും അത് ഒരു മിനിമം ഡിസ്റ്റൻസിൽ എത്തുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ കാണാറുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ മെർക്കുറി പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തിട്ട് വലിയൊരു ഡ്രോപ്പായി മാറാൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഈ മെർക്കുറിയുടെ 2 ഡ്രോപ്പിന്റെയും കേസിൽ അവിടെയുള്ള മോളിക്യൂൾസ് ഒക്കെ എന്താണ്, സെയിം ആണ് അല്ലെ. ഇപ്പൊ ഈ സൈഡിലുള്ള ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാലും ആ സൈഡിലുള്ള മെർക്കുറി ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാലും അതിൽ 2ലുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം നേച്ചറും പ്രോപ്പർട്ടിയുള്ള മോളിക്യൂൾസ് തന്നെയാണ് അതിലുള്ളത്. അപ്പൊ ഈ മോളിക്യൂൾസ് തമ്മിൽ അവിടെ അട്രാക്ട് ചെയ്യാൻ ചെയ്യുന്നത്, നമ്മൾ വാട്ടർ സർഫസിന്റെ കേസിൽ പറഞ്ഞതുപോലെ വാട്ടർ മോളിക്യൂൾസ് അട്രാക്ട് ചെയ്തതുപോലെ ഇതിലെ സെയിം ക്യാരക്ടറും നേച്ചറുള്ള ആ മോളിക്യൂൾസ്, മെർക്കുറി മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്, പരസ്പരം അട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത് അടുത്തേക്ക് വരുമ്പോൾ. ഓക്കെ, ഈ അട്രാക്ഷൻ ആണ് അവിടെ ഇങ്ങനെ ഇത്തരത്തിൽ വലിയൊരു ഗോളായിട്ട് അല്ലെങ്കിൽ വലിയൊരു ഡ്രോപ്പ് ആയിട്ട് അത് മാറാൻ കാരണം. ഇവിടെ ഇങ്ങനെ ഈ ഒരു അട്രാക്ഷന് കാരണമായിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, കൊഹസീവ് ഫോഴ്സ്, അപ്പോ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം മോളിക്യൂൾസ് ഓഫ് ദി സബ്സ്റ്റൻസ്. ഓക്കെ, ഒരു സബ്സ്റ്റൻസിന്റെ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ കൊഹസീവ് ഫോഴ്സിന് കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അല്ലെ. ഇനി നിങ്ങൾക്ക് മറ്റൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തതിനു ശേഷം അതിൽ എന്ത് ചെയ്യാം, ഒരു ഈർക്കിൽ എടുത്ത് ഡിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പെൻസിൽ എടുത്ത് ഡിപ്പ് ചെയ്യുക, അതുപോലെ ഒരു പെൻ എടുത്ത് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് ഇത് ഉയർത്തി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത്, ഈർക്കിലായാലും പെൻസിലായാലും പെന്നായാലും അത് വെറ്റ് ആയിട്ടുണ്ട് അല്ലെ. അതെന്ത് ചെയ്തിട്ടുണ്ട്, അതുമ്മേ വാട്ടർ അല്ലെങ്കിൽ വെള്ളം പറ്റി പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ചോക്ക് ബോർഡിൽ നന്നായിട്ട് പിടിക്കുന്നത് കാരണമല്ലേ നമുക്ക് ആ എഴുതുന്നതെല്ലാം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് ആണല്ലോ. അപ്പോ ബോർഡിൽ നമ്മൾ ചോക്ക് കൊണ്ട് എഴുതുന്ന സമയത്ത് എന്താണ്, ആ ചോക്കിന്റെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് ബോർഡിൽ പറ്റി പിടിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചിലർക്കൊക്കെ ഉള്ള ഒരു ബിഹേവിയർ ആണ്, ഒരു ഹാബിറ്റ് ആണ് എന്ത്, നമ്മൾ നോട്ട് ഉണ്ട്, അതായത് കറൻസി എണ്ണുന്ന സമയത്ത്, കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫിംഗറിന്റെ ടിപ്പ് നനയ്ക്കാറുണ്ട് അല്ലെ. നനച്ചിട്ട് നമ്മൾ എണ്ണാറുണ്ട്. ഇവിടേക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെ. ഇവിടെ എന്താണ്, ഓരോ സബ്സ്റ്റൻസസും ഡിഫറെന്റ് ആണ്. ഇപ്പോ നമ്മൾ നോട്ടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നോട്ടിന്റെ സർഫസും അതുപോലെ തന്നെ ഫിംഗർ ടിപ്പിൽ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ സർഫസും തമ്മിൽ ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് സബ്സ്റ്റൻസസിന്റെ മോളിക്യൂൾസ് ആണ് അവിടെ
ടച്ച് ചെയ്യുന്നത്. അതുപോലെ ബ്ലാക്ക് ബോർഡിന്റെ കേസും അതുപോലെ വൈറ്റ് ചോക്കും കൂടെ പറഞ്ഞ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, അത് എഴുതുന്ന സമയത്ത് രണ്ട് ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ആണ് അവിടെ തമ്മിൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ കേസിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ നമ്മളിപ്പോ പറഞ്ഞ 3 കേസ് നോക്കുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് അവിടെ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇതിനെയാണ് നമ്മൾ അഡസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് കൊഹസീവ് ഫോഴ്സ്, ഇതിനെ നമ്മൾ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയും. അഡ്ഹസീവ് ഫോഴ്സ്. അപ്പൊ എന്താണ് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? It is the attraction between different molecules of the substances. അല്ലെ, ഡിഫറെന്റ് സബ്സ്റ്റൻസസിന്റെ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻസിനെയാണ് നമ്മൾ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ അഡ്ഹസീവ് ഫോഴ്സിന് ഇനിയും നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾസ് കണ്ടുപിടിക്കാം അല്ലെ? എല്ലാം കൂടുതൽ കാര്യങ്ങൾ എന്താണ് അഡ്ഹസീവ് ഫോഴ്സ് കൊണ്ട് നടക്കുന്നതാണ്. ഇനി ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചോ? ആ ഫിഗറിൽ എന്ത് തന്നിട്ടുണ്ട്? ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ആണ് അത്. അതിൽ കാണുന്ന വൈറ്റ് ഡോട്ട് പോലെയുള്ളത് എന്താണ്? വാട്ടർ മോളിക്യൂൾസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കൂ. ആ ഒരു ഫിഗറിനെയാണ് ഇത് തന്നിട്ടുള്ളത്. ഇവിടെ നോക്കുന്ന സമയത്ത് എന്തുണ്ട്? വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു സർഫസിലെ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഏതെല്ലാം ഫോഴ്സ് ആണ് ഇതിന്റെ വാട്ടർ സർഫസിന് മുകളിൽ ഏതെല്ലാം ഫോഴ്സസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്? ഒന്ന് നമുക്ക് പറയാം സർഫസ് ടെൻഷൻ അല്ലെ, സർഫസ് ടെൻഷൻ ഉണ്ട് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തുകൂടെ ഉണ്ട്? നമ്മളിപ്പോ തൊട്ട് നേരത്തെ പഠിച്ച അഡസീവ് ഫോഴ്സ്. എന്തായിരുന്നു അഡസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാല്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസസിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ അഡസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് പറഞ്ഞു. ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് നോക്കൂ, ഈ ഗ്ലാസിന്റെ സർഫസ് ആണല്ലോ, ഇത് ഗ്ലാസിന്റെ സർഫസ് ആണ്, ഇത് വാട്ടർ മോളിക്യൂൾ ആണ്. ഇത് രണ്ടും ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ആണ് അല്ലെ. ഈ ഡിഫറെന്റ് സബ്സ്റ്റൻസസ് തമ്മിൽ ഒരു അട്രാക്ഷൻ വന്നത് ശ്രദ്ധിച്ചു നിങ്ങള്. അപ്പൊ ഇവിടെ ഏത് ഫോഴ്സ് ആണെന്ന് നമുക്ക് പറയാം? അതൊരു അഡസീവ് ഫോഴ്സ് ആണെന്ന് പറയാം. ഇനി ഇവിടെയുള്ള വാട്ടർ മോളിക്യൂൾസ്, ഇതിനുള്ളിലിരിക്കുന്ന വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഏത് അട്രാക്ഷൻ ആയിരിക്കും? അത് അഡഹസീവ് ആണോ കൊഹസീവ് ആണോ? കൊഹസീവ് ഫോഴ്സ് ആണ് അല്ലെ. അതായത് സെയിം മോളിക്യൂൾസ് ആണ്, സെയിം നേച്ചറും സെയിം ക്യാരക്ടറും ഉള്ള വാട്ടർ മോളിക്യൂൾസ് ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? സെയിം മോളിക്യൂൾസ് ആണ് ഇവിടെ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളിലിരിക്കുന്നത് എന്താണ്? ഉള്ളിലുള്ളത് നമുക്ക് പറയാം കൊഹസീവ് ഫോഴ്സ് ആണ് ഉള്ളത് അല്ലെ. മറിച്ച് ഈ ഒരു വാട്ടർ മോളിക്യൂളും അതുപോലെ തന്നെ ഈ ഗ്ലാസിന്റെ സൈഡും തമ്മിലുള്ള അട്രാക്ഷനെ നമ്മൾ അഡസീവ് ഫോഴ്സ് എന്നും കൂടെ പറയും. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? കൊഹസീവ് ഫോഴ്സും അഡസീവ് ഫോഴ്സും. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഇതിലെ വാട്ടറിന്റെ സർഫസിലുള്ള ഈ ഒരു മോളിക്യൂൾസ് ഒക്കെ പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെയോ ഇവിടെ ഇത് നോക്കി, ഈ ട്യൂബില് എങ്ങനെയാണ് ഇപ്പൊ വാട്ടർ ഇരിക്കുന്നത്? ഈ ഒരു ഷേപ്പിലാണ് അല്ലെ. അതായത് ഒന്ന് റൈസ് ചെയ്തിട്ട്, നമ്മള് കാപ്പിലാരിറ്റി റൈസ് പറഞ്ഞ പോലെ ഇവിടെ ഒന്ന് ഈ ഒരു ട്യൂബിന്റെ സൈഡ് നോക്കുന്ന സമയത്ത് ഇവിടെ കുറച്ചൊരു ഉയർന്നിട്ടാണ് എന്തിരിക്കുന്നത്? വാട്ടർ ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ വാട്ടറിന്റെ ഈ സർഫസ് നോക്കുന്ന സമയത്ത് രണ്ട് അരികു വശം എന്താണ്? കുറച്ച് പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? നമുക്ക് എന്ത് പറയാം? ഇവിടെ അഡസീവ് ഫോഴ്സ് ആണ് അല്ലെ. അവിടെ അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്തുകൊണ്ടാണ്? ഇതിലുള്ള വാട്ടർ മോളിക്യൂളും ഗ്ലാസിന്റെ സർഫസും തമ്മിലുള്ള ഒരു ഫോഴ്സ് ഉണ്ട് അവിടെ, അതായത് അഡസീവ് ഫോഴ്സ്. അഡസീവ് ഫോഴ്സ് കാരണം ഇവിടെ എന്തുണ്ടാകുന്നു? ഇവിടെ ഒരു റൈസ്, അതായത് വാട്ടറിന്റെ സൈഡുകളിലായിട്ട് ഒരു റൈസിങ് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്, ഇവിടുത്തെ കേസില് ഈ സർഫസിലുള്ള മോളിക്യൂൾസ് ഒക്കെ എന്തുണ്ട്? ഇത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇത് തിരിച്ച് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ മോളിക്യൂൾ താഴേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്, താഴെയുള്ള മോളിക്യൂൾ മുകളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്, സൈഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നത്? എല്ലാ സൈഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മുകളിലേക്ക് ഒരു ഫോഴ്സ് ഇല്ല, മുകളിലേക്ക് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. കാരണം എന്താണ്? ഇതിന്റെ മുകളിൽ പ്ലെയിൻ ആണല്ലേ, അവിടെ ഒന്നുമില്ല അല്ലെ. അവിടെ എന്തില്ല? വാട്ടർ മോളിക്യൂൾസ് ഇല്ല. അതിനെ അട്രാക്ട് ചെയ്യാനുള്ള വാട്ടർ മോളിക്യൂൾസ് മുകളിലത്തെ ഭാഗത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്? അതുകൊണ്ട് ഇവിടെ ഇത് എന്ത് ചെയ്യുന്നു? ഒരു മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യാണ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർഫസ് ടെൻഷന്റെ കേസിൽ പറഞ്ഞ പോലെ ഒരു മെംബ്രെയിൻ പോലെ ഇവിടെ ആക്ട് ചെയ്യുന്നു. കാരണം ഇത് ഇവിടുന്നും അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇതിനെ ഇവിടുന്നും അട്രാക്ട് ചെയ്യുന്നുണ്ട്, താഴെ നിന്നും അട്രാക്ട് ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് അതിനെ അട്രാക്ട് ചെയ്യാനോ അതിന് മറ്റൊരാളെ അട്രാക്ട് ചെയ്യാനോ അവിടെ ആരില്ല, മറ്റൊരു വാട്ടർ മോളിക്യൂൾ ഇല്ല. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? അതൊരു വലിഞ്ഞു മുറുകിയ പാട പോലെ അവിടെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതൊരു കോഹസീവ് ഫോഴ്സ് ആണല്ലേ ഇവിടെ ആക്ട് ചെയ്തത്. പരസ്പരമുള്ള അട്രാക്ഷൻ എന്താണ്? ഇത് വാട്ടർ മോളിക്യൂൾസിന്റെ പരസ്പരമുള്ള അട്രാക്ഷൻ കോഹസീവ് ഫോഴ്സ് ആണ്. സെയിം മോളിക്യൂൾസ് ആണ് അവിടെ അട്രാക്ട് ചെയ്തത്. അപ്പൊ നമുക്കൊരു കാര്യം കൂടെ പറയാം. സർഫസ് ടെൻഷന് കാരണമായിട്ടുള്ള ഫോഴ്സ് ആരാണ്? അഡസീവ് ആണോ കൊഹസീവ് ആണോ? അത് കൊഹസീവ് ഫോഴ്സ് ആണല്ലേ. സർഫസ് ടെൻഷന് കാരണമായിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കൊഹസീവ് ഫോഴ്സ് ആണെന്ന് നമുക്ക് പറയാം.
അപ്പൊ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, എന്താണ് കാപ്പിലാരിറ്റി റേസ്, എന്താണ് കാപ്പിലാരിറ്റി ഡിപ്രഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോ അതിനുള്ള കാരണമായിരുന്നു തേടിക്കൊണ്ടിരുന്നത് അല്ലെ. എങ്ങനെയാണ് ഇതിന് തനിയെ, അതായത് നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷറോ ഫോഴ്സോ കൊടുക്കാതെ ഇതിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കാപ്പിലാരിറ്റി റേസ് സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു കാപ്പിലാരിറ്റി ഡിപ്രഷൻ സംഭവിച്ചത് എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പുതിയതായിട്ട് രണ്ട് ഫോഴ്സസിനെ പരിചയപ്പെട്ടു, അഡഹസീവ് ഫോഴ്സും അതുപോലെ തന്നെ കൊഹസീവ് ഫോഴ്സും. ഈ അഡഹസീവ് ഫോഴ്സും കൊഹസീവ് ഫോഴ്സും തന്നെയാണ് ഇങ്ങനെ ഒരു കാപ്പിലാരിറ്റി റേസിനും കാപ്പിലാരിറ്റി ഡിപ്രഷനും കാരണം. കാപ്പിലാരിറ്റി റേസ് ആണത്, കാപ്പിലാരിറ്റി ഡിപ്രഷൻ ആണത്. ഓക്കെ, അപ്പോ ഈ ഒരു ടേമിൽ, ഈ രണ്ട് ഫോഴ്സസിന്റെ ടേമിൽ നമുക്ക് ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിച്ചത് കാപ്പിലാരിറ്റി റേസ് ആണ്. കാപ്പിലാരിറ്റി റേസിന്റെ കേസിൽ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ആരായിരിക്കും? ഇവിടെ പ്ലസ് ആയിട്ടുള്ളത്, കൂടുതലായിട്ടുള്ളത് ആരായിരിക്കും? ഇവിടെ അഡഹസീവ് ഫോഴ്സ് ആണ് കാപ്പിലാരിറ്റി റേസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. ആരിനേക്കാളും? കൊഹസീവ് ഫോഴ്സിനേക്കാളും കൂടുതൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരായിരിക്കും കൂടുക? അതെ, ഇവിടെ നോക്കൂ, ഇവിടെ ഏതിനോടാണ് ഏറ്റവും കുറവ് അട്രാക്ഷൻ ഉള്ളത്? ഇതിവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഡിപ്രസ്ഡ് ആയിട്ടായിരുന്നിട്ടുള്ളത് അല്ലെ, അതായത് കൂടുതലൊന്നും അട്രാക്ട് ചെയ്യാതെ ഇരുന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഇവിടുത്തെ വാട്ടർ മോളിക്യൂൾസ് തമ്മിലാണ്. അത് ഏതിനേക്കാളും ഈ ഒരു ഗ്ലാസ് സർഫസും വാട്ടർ മോളിക്യൂളും ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനേക്കാളും ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആര് തമ്മിലാണ്? ഇതിനകത്തുള്ള വാട്ടർ മോളിക്യൂൾസ് തമ്മിലാണ്, അതായത് കൊഹസീവ് ഫോഴ്സ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം, നമ്മുടെ കാപ്പിലാരിറ്റി ഡിപ്രഷന്റെ കേസിൽ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കൊഹസീവ് ഫോഴ്സ് ആണ്. കാപ്പിലാരിറ്റി റേസിന്റെ കേസിൽ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അഡഹസീവ് ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഒരു കാപ്പിലാരിറ്റി റേസും കാപ്പിലാരിറ്റി ഡിപ്രഷനും സംഭവിക്കാൻ കാരണം. അപ്പോ ഇത് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സ്പെരിമെന്റ് നോക്കാം. നമ്മുടെ പാഠപുസ്തകത്തിലെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫിഗർ ശ്രദ്ധിക്കൂ. ഫിഗറില് 3 ട്യൂബ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ 3 ട്യൂബിന്റെയും ഡയമീറ്റർ ഡിഫറെന്റ് ആണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ വായുഭാഗത്തുള്ള ഈ ഒരു റൗണ്ട്, ഈ ഒരു സർക്കിൾ, അത് ഡയമീറ്റർ എന്ന് പറയുന്നത് 3 ഡിഫറെന്റ് ആണ്. ഒന്ന് കുറഞ്ഞ ഡയമീറ്റർ ഉള്ളതാണ് എടുത്തിട്ടുള്ളത്, ഒന്ന് അതിന് കുറച്ചുകൂടെ കൂടിയ ഡയമീറ്റർ ഉള്ളതാണ് എടുത്തിട്ടുള്ളത്, മറ്റൊരെണ്ണം അതിനേക്കാൾ, ഈ രണ്ടെണ്ണത്തിനേക്കാളും കൂടിയ ഡയമീറ്റർ ഉള്ള മറ്റൊരു ട്യൂബ് കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോ ഇതിനെ അപേക്ഷിച്ചിട്ട് ഇത് കൂടുതലാണ്, ഇതിനെ അപേക്ഷിച്ചിട്ട് മൂന്നാമത്തത് കൂടുതലാണ്. ഇങ്ങനെ വ്യത്യസ്ത ഡയമീറ്ററിലുള്ള 3 ട്യൂബ്സ് അവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താണ് അതിന് ചെയ്തിട്ടുള്ളത്? അതിനെ പതിയെ ആ ഒരു ഗ്ലാസ് ടംബ്ലറിലുള്ള വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, താഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴ്ത്തി കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആ ട്യൂബിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യും? വെള്ളം മുകളിലേക്ക് ഉയരും അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ കാപ്പിലാരിറ്റി റൈസ് ഉണ്ടായിരിക്കുന്നത് ഏതിനായിരിക്കും? കാപ്പിലാരിറ്റി റൈസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ആലോചിക്കുക. എന്താണ് ഏറ്റവും കൂടുതൽ ലിക്വിഡ് മുകളിലേക്ക് ഉയർന്നത് ഏത് ട്യൂബിലായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏതിലാണെന്ന് പറയാം? ഇതിലായിരിക്കും. ഡയമീറ്റർ കുറഞ്ഞ ഈ ഒരു ട്യൂബിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം മുകളിലേക്ക് ഉയരുക. ഓക്കെ, ഏറ്റവും കൂടുതൽ വെള്ളം മുകളിലേക്ക് ഉയരുന്നത് ഡയമീറ്റർ കുറഞ്ഞ ഈ ഒരു ട്യൂബിലാണ്. ഇനി ഏറ്റവും കുറവ് കാപ്പിലാരിറ്റി റൈസ് സംഭവിച്ചിരിക്കുക ഏതിനായിരിക്കും? അപ്പോ ഡയമീറ്റർ കൂടിയിട്ടുള്ള ഈ ഒരു ട്യൂബിലാണ്, മൂന്നാമത്തെ ട്യൂബിലായിരിക്കും ഏറ്റവും കുറവ് വെള്ളം മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടാവുക. ഓക്കെ, ഈ ഒരു ലെവലായിരിക്കും. ഓക്കെ ആണല്ലോ. ഇതിൽ കൂടുതൽ സെക്കൻഡില് ഡയമീറ്റർ കുറഞ്ഞപ്പോ ഒന്നുകൂടെ കുറഞ്ഞു, പിന്നെയും ഡയമീറ്റർ കൂടിയപ്പോ ഒന്നുകൂടെ കുറഞ്ഞു, മൂന്നാമത്തേല് വീണ്ടും ഡയമീറ്റർ കൂടിയിട്ടുണ്ട്, അപ്പോ അത് ഒന്നുകൂടെ കുറഞ്ഞു അല്ലെ. ആ ഒരു വെള്ളം, അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന വെള്ളം കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് എന്താ പറയാ? എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ ഡയമീറ്ററും കാപ്പിലാരിറ്റി റേസും തമ്മില് എന്താണ് റിലേഷൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്ത് റിലേഷൻ നമുക്ക് പറയാൻ കഴിയാം? ഡയമീറ്റർ ഓഫ് ദി ട്യൂബ് ആൻഡ് ദി കാപ്പിലാരിറ്റി റൈസ് ഓഫ് ദി വാട്ടർ. എങ്ങനെ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്ത് പറയാം? അതെ, ഇവിടെ ഡയമീറ്റർ കൂടുന്തോറും കാപ്പിലാരിറ്റി റൈസ് കുറയുന്നു, ഡയമീറ്റർ കുറയുന്നതോറും കാപ്പിലാരിറ്റി റൈസ് കൂടുന്നു. ഇനി അതിനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ഈ ട്യൂബിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡയമീറ്റർ കുറവാണ് അല്ലെ. ഡയമീറ്റർ കുറയാന്ന് പറയുമ്പോൾ ഇതിന് കണ്ടെയ്ൻ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാവുന്ന വെള്ളത്തിന്റെ അളവ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും ഇതിനെ അപേക്ഷിച്ചിട്ട് അല്ലെ. കാരണം എന്താണ്? ഇവിടെ ഡയമീറ്റർ കൂടുതലാവുമ്പോൾ ഇതിന് കൂടുതൽ വെള്ളം ഉൾക്കൊള്ളിക്കാൻ കഴിയും, കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും. ഇതിനാവുമ്പോൾ കുറച്ച് വെള്ളമേ കഴിയുള്ളൂ അല്ലെ. അപ്പൊ കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള വാട്ടർ മോളിക്യൂൾസ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കുറയല്ലേ ചെയ്യാം. അതിനുള്ളിലുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണവും കുറയും. അപ്പോ ഇവിടുത്തെ കേസിൽ
അഡഹസീവ് ഫോഴ്സ് ആണോ കൊഹസീവ് ഫോഴ്സ് ആണോ കൂടുന്നത്? അഡഹസീവ് ഫോഴ്സ് ആണ് അല്ലെ. കാരണം എന്താണ്, ഇവിടെ വാട്ടർ മോളിക്യൂൾസ് കൊഹസീവ് ഫോഴ്സിന് കാരണമാകുന്ന വാട്ടർ മോളിക്യൂൾസ് കുറവാണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ള ആരാണ്? ഈ ഒരു ട്യൂബിന്റെ അരികുവശവും ഇവിടെയുള്ള വാട്ടർ മോളിക്യൂൾസും തമ്മിലുള്ള അഡഹസീവ് ഫോഴ്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അഡ്ഹസീവ് ഫോഴ്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. കൊഹസീവ് ഫോഴ്സ് ഇവിടെ കുറവാണ്. ഇനി രണ്ടാമത്തെ ട്യൂബിന്റെ കേസിൽ എടുക്കുമ്പോൾ ഒന്നാമത്തതിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നുണ്ട് അല്ലെ. അതായത് ഇവിടെ കൂടുതൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഇനിയോ മൂന്നാമത്തതിന്റെ കേസിൽ പറയുമ്പോൾ, മൂന്നാമത്തെ ഈ ഒരു ട്യൂബിന്റെ കേസിൽ പറയുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്? ഡയമീറ്റർ കൂടിയത് കൊണ്ട് തന്നെ ഇവിടെ കപ്പാസിറ്റി റൈസ് ഇത്ര തന്നെയാണെങ്കിൽ പോലും അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വെള്ളത്തിന്റെ അളവ് എന്താ പറയുന്നത്, എന്താണ്, കൂടുതലാണ്. അതായത് വാട്ടറിന്റെ വെയിറ്റ് ഇവിടെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ വാട്ടർ മോളിക്യൂൾസ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കൊഹസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, ഇവിടെ കൊഹസീവ് ഫോഴ്സ് ആണ് സംഭവിക്കുന്നത് അഡഹസീവ് ഫോഴ്സിനേക്കാളും കൊഹസീവ് ഫോഴ്സ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള അട്രാക്ഷനും കൂടുതലായിരിക്കും. ഇവിടെ വാട്ടർ മോളിക്യൂൾസ് കുറവാണ്, അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള അട്രാക്ഷനും കുറഞ്ഞിരിക്കും. ഇവിടെ അഡഹസീവ് ഫോഴ്സ് ആണ് കൂടുതൽ, ഇവിടെ കൊഹസീവ് ഫോഴ്സ് ആണ് കൂടുതൽ. ഇനി ഇതിനെന്താണ് ഇങ്ങനെ ഒരു റൈസിംഗിലുള്ള പങ്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കേസിൽ ഇവിടെ വെള്ളത്തിന്റെ വെയിറ്റ് കുറവാണ്. വെള്ളത്തിന്റെ വെയിറ്റ് കുറവ് എന്ന് പറയുമ്പോൾ ഇതിനെവിടെ താങ്ങി നിർത്താവുന്ന, അതായത് ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഗ്ലാസിന്റെ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വാട്ടർ മോളിക്യൂൾസ് അട്രാക്ട് ചെയ്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലേ. ഒട്ടിപ്പിടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഇതിനെവിടെ താങ്ങി നിർത്താൻ കഴിയുന്നുണ്ട്. ഒരു ഗമ്മ് തേച്ച് ഒട്ടിച്ച പോലെ എന്താണ്, ഈ വെള്ളത്തിനെ, ഈ ഒരു ട്യൂബിനെ ഇവിടെ താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. കാരണം എന്താണ്, അവിടെ വാട്ടറിന്റെ വെയിറ്റ് കുറവാണ് അല്ലെ. ഇനി ഇവിടുത്തെ കേസിലേക്ക് വരികയാണെങ്കിലോ, ഇവിടെ വാട്ടറിന്റെ വെയിറ്റ് കൂടുതലാണ്. കാരണം ഡയമീറ്റർ കൂടിയ കാരണം അവിടെ കൂടുതൽ വെള്ളത്തിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാട്ടറിന്റെ വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അഡഹസീവ് ഫോഴ്സിന്, അതായത് ഗ്ലാസിന്റെ സൈഡിലേക്കുള്ള ഈ ഒരു ഒട്ടിപ്പിടുത്തുണ്ടാവൂലേ, പറ്റി പിടിച്ചു നിൽക്കുന്ന ഈ ഒരു ഫോഴ്സ്, ആ ഫോഴ്സിന് ഈ വെള്ളത്തിനെ താങ്ങി നിർത്താനുള്ള ശക്തി, ഫോഴ്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിങ്ങനെ താഴേക്കാ വരിക, ആ ലെവല് താഴ്ന്നിട്ടാണ് വരിക. അതാണ് ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഒന്നുകൂടെ പറയാം, നാരോ ട്യൂബിന്റെ കേസിൽ അഡഹസീവ് ഫോഴ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാട്ടർ മോളിക്യൂൾസ്, അതായത് വാട്ടറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കുറവാണ്. അതുകൊണ്ട് ഈ ഒരു അഡഹസീവ് ഫോഴ്സ് അതിനെ എത്ര വേണമെങ്കിലും താങ്ങി നിർത്തുന്നുണ്ട്. പക്ഷെ ഡയമീറ്റർ കൂടുന്ന കേസിൽ അവിടെ കൊഹസീവ് ഫോഴ്സ് ആണ് കൂടുതൽ, അഡഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് മാത്രമല്ല ഇവിടെ എന്താണ്, വാട്ടറിന്റെ വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിനെ താങ്ങി നിർത്താവുന്ന, ഈ ഒരു അഡഹസീവ് ഫോഴ്സിന് ഇവിടെ താങ്ങി നിർത്താവുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇതാണ് ഡയമീറ്റർ ഓഫ് ദി ട്യൂബ്, അതുപോലെ തന്നെ അതിന്റെ കാപ്പിലാരിറ്റി റേസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. നമ്മൾ ഇന്ന് സർഫസ് ടെൻഷൻ, അതുപോലെ തന്നെ കാപ്പിലാരിറ്റി റേസ് ആൻഡ് ഡിപ്രഷന് കാരണമാകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിച്ചത് അല്ലെ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സർഫസ് ടെൻഷൻ എന്താന്ന് കണ്ടു. സർഫസ് ടെൻഷൻ എന്തായിരുന്നു? ഇറ്റ്സ് എ മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഇൻ ദ വാട്ടർ സർഫസ്. വാട്ടർ സർഫസിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു അതായത് സെയിം സബ്സ്റ്റൻസസ്, സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ കൊഹസീവ് ഫോഴ്സ് എന്നും, ഡിഫറെന്റ് സബ്സ്റ്റൻസസ് തമ്മിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, കൊഹസീവ് ഫോഴ്സ്, അഡഹസീവ് ഫോഴ്സ് എന്നും പറയും. കൺഫ്യൂഷൻ ആയി പോകരുത്. ഓക്കെ, പിന്നെ കാപ്പിലാരിറ്റി റേസിന്, അത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് അല്ലെ. ഇങ്ങനെ ഒരു റേസിന് കാരണമാകുന്ന ഫോഴ്സ് അതിന് എവിടെയാണ് കിട്ടുന്നത് എന്നല്ലേ. ഇങ്ങനെ കാപ്പിലാരിറ്റി റേസിനോ ഡിപ്രഷനോ കാരണമാകുന്ന ഫോഴ്സ് അതിന് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, അഡഹസീവ് ഫോഴ്സും കൊഹസീവ് ഫോഴ്സും കാരണമാണ് ഡിപ്രഷനും അതുപോലെ തന്നെ കാപ്പിലാരിറ്റി റേസും സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പോ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റുഡൻസ്.